നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ വി എസ് സുനിൽകുമാർ ഉണ്ട്. മുൻമന്ത്രിയും CPIയുടെ മുതിർന്ന നേതാവുമാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, സീതാറാം യെച്ചൂരിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിച്ചു വന്നപ്പോൾ താങ്കൾ കേട്ട് കാണുമല്ലോ. സീതാറാം യെച്ചൂരിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് ശൈലി മൂല്യങ്ങളിൽ, നിലപാടുകളിൽ, പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാതെ എന്നാൽ വിഭിന്നമായ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരെ പോലും സുഹൃത്തുക്കളാക്കി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ്, ശൈലിയാണ്. താങ്കൾ കണ്ടറിഞ്ഞ സീതാറാം യെച്ചൂരി എങ്ങനെയായിരുന്നു ശ്രീ വി എസ് സുനിൽകുമാർ? സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കടുംപിടുത്തക്കാരനായിട്ടുള്ള ഇടതുപക്ഷക്കാരുടെ നിലപാടല്ലായിരുന്നു സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയും ശ്രദ്ധയും നേടിയെടുക്കാൻ സാധിച്ചത് അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ പ്രായോഗികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എങ്ങനെ ഇടപെടണമെന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളും ഇതര രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ച് എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവ സവിശേഷത കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ രണ്ടാം തലമുറയിൽപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ ഇന്ത്യ മുഴുവനും സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നത് അദ്ദേഹം കൃത്യമായി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രയോജനവൽക്കരിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വൈഭവമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ മതേതര ഭാരതം ഒരു വലിയ വെല്ലുവിളി നേരിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മതേതര ഭാരതത്തിന് വേണ്ടി ഒരു സെക്യുലർ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ശക്തമായ ഒരു ദിശാബോധം ഉണ്ടാക്കുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ നിലപാടുകൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയെ ആ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിലെല്ലാം സീതാറാം യെച്ചൂരി വലിയ പങ്കുവഹിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിലയിലേക്ക് അദ്ദേഹം വളർന്നു വന്നത് അദ്ദേഹം കടന്നു വന്ന വഴികളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വിദ്യാർത്ഥി സംഘടനാ നേതാവായിരിക്കുന്ന കാലം മുതൽ തന്നെ സാങ്കേതികമല്ല ദിഷണാപരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അതിനു മുമ്പ് വളരെ പ്രഗത്ഭരായിട്ടുള്ള പല നേതാക്കന്മാരും CPMനും CPIക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി ഉണ്ടായിരുന്ന പല സ്റ്റേറ്റുകളിലും ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പാർലമെൻറ്റിൽ അംഗബലം കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യം ഇടതുപക്ഷ വിരുദ്ധരിൽ നിന്ന് ഉയർന്നു വരികയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതിനെ നേരിടുക എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി ശക്തമായിട്ടുള്ള ഒരു നിലപാടുള്ള നേതൃത്വത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ എണ്ണത്തേക്കാൾ ഉപരിയായി അതെടുക്കുന്ന നിലപാടുകളിൽ അതെടുക്കുന്ന രാഷ്ട്രീയമായ അതിൻ്റെ കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പല പ്രദേശങ്ങളിലും ഭരണവും ജനപ്രാതിനിധ്യം നഷ്ടപ്പെട്ടിട്ട് പോലും അത് ഒരു തരത്തിലും ഇടതുപക്ഷത്തെ പിന്തള്ളാൻ പറ്റാത്ത വിധത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ സഖാവ് സീതാറാം യെച്ചൂരി വഹിച്ചിട്ടുള്ള പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ കേവലം CPIM എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നതിലും അതിനേക്കാൾ ഉപരി ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരു പ്രത്യയശാസ്ത്രം വഹിക്കുന്ന ഒരു നേതാവ്. ശ്രീ വി എസ് സുനിൽകുമാർ, അങ്ങിപ്പോൾ പറഞ്ഞ ആ ഒരു ശൈലി അല്ലെങ്കിൽ അതായിരുന്നു സീതാറാം യെച്ചൂരി. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. നേരത്തെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആ ഒരു അദ്ദേഹത്തിലെ ഒരു വെളിച്ചത്തെക്കുറിച്ചാണ്. വെളിച്ചവും തെളിച്ചവുമുള്ള ഒരു നിലപാടിൻ്റെ ഉടമ വിടവാങ്ങി എന്ന് അദ്ദേഹത്തെ നമുക്ക് ഒരു തർക്കവുമില്ലാതെ എല്ലാവർക്കും വിശേഷിപ്പിക്കാൻ കഴിയുന്നതല്ലേ ശ്രീ വി എസ് സുനിൽകുമാർ?
തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കാരണം ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും എല്ലാ വിഭാഗം ആളുകൾ പറയുന്നത് കേൾക്കാനും അതിനകത്തുള്ള വസ്തുതകൾ തിരിച്ചറിയാനും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവരെ ഒരുമിച്ച് കൊണ്ടുപോകാനും യോജിക്കുമ്പോൾ പോലും ഒരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു നേതാവിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യമായിട്ട് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ 12 കൊല്ലം രാജ്യസഭയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സീതാറാം യെച്ചൂരി വീണ്ടും പാർലമെൻറ്റിനകത്തേക്ക് വരണം എന്ന് ഒരു ജനാധിപത്യ ഇന്ത്യ ആവശ്യപ്പെടുന്ന പോലെയാണ് അന്നത്തെ വാക്കുകൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചത്. ഒരുപക്ഷെ പല ആളുകളും രാജ്യസഭയിൽ നിന്നും വിട്ടുപോകുമ്പോഴുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സീതാറാം യെച്ചൂരിക്ക് നൽകിയിട്ടുള്ള യാത്രയയപ്പ് വേളയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ പ്രകടിപ്പിച്ച ഒരേ ഒരു കാര്യം, ഇതുപോലെ ഒരു നേതാവിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വീണ്ടും അയക്കാത്തത്? ജനാധിപത്യ ഭാരതത്തിന് സീതാറാം യെച്ചൂരി ആവശ്യമുണ്ട് എന്നുള്ളത് ഇടതുപക്ഷ എം പിമാരല്ല പറഞ്ഞത്. ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പോലും ആവശ്യപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശാലമായ കാഴ്ചപ്പാടും അതേസമയം അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായി വിട്ടുവീഴ്ചയുള്ള നിലപാടുണ്ടായിരുന്നു. തൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കടുകിട വ്യത്യാസമില്ലാതെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും എന്നാൽ മറ്റുള്ളവരുമായി ഏതൊക്കെ രീതിയിൽ സഹകരിച്ചും സംവദിച്ചും മുന്നോട്ട് പോകണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സഹകരിച്ചും സംവദിച്ചും മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സഹകരിക്കുകയും സംവദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. ആ കാര്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ 12 കൊല്ലം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോഴും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നിന്ന് ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഈ വളരെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷത കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം CPM ജനറൽ സെക്രട്ടറിയായി പിന്നീട് തുടർന്നപ്പോഴും പാർലമെൻറ്റിനകത്തല്ലെങ്കിൽ പോലും പുറത്ത് നിന്നുകൊണ്ടും, ഇപ്പോൾ നേരത്തെ അറിയാപ്പോൾ കാശ്മീരിൽ തരിഗാമി അറസ്റ്റിലാക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് ഇന്ത്യ മുഴുവനും കാശ്മീരിൻ്റെ നടക്കുന്ന സംഭവവികാസങ്ങളെ ഒരു ഇടതുപക്ഷ നേതാവ് എന്ന നിലയിൽ അത് പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ജാഗ്രത, അദ്ദേഹം സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം നിയമപരമായ മാർഗങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിയമപരമായ മാർഗങ്ങളെ എങ്ങനെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ്. ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലൊക്കെ തന്നെ നമ്മളൊക്കെ അന്ന് ശ്രദ്ധിച്ച കാര്യമാണ്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നിൽ കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും ഇത്തവണ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഒരു മതേതര ഭാരതത്തിൻ്റെ കാവലാളെപ്പോലെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇന്ത്യൻ ജനതയെ ജാഗ്രതയോടുകൂടി ഉണർത്തി നിർത്തുന്നതിൽ സീതാറാം യെച്ചൂരി വഹിച്ച പങ്ക് ചരിത്രപരമായി വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ VS സുനിൽകുമാർ. അങ്ങ് കൃത്യമായി തന്നെ സീതാറാം യെച്ചൂരി എന്താണ് എന്നുള്ളത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. വളരെ നന്ദി നമുക്കൊപ്പം ചേർന്നതിന്.